നമ്മളെല്ലാവരും പെട്രോൾ പമ്പിൽ പെട്രോളും ഡീസലും ഒക്കെ അടിക്കാൻ പോകുമ്പോൾ നമ്മൾ എത്ര ലിറ്റർ പെട്രോളാണ് അതിനകത്ത് അടിക്കുന്നതെന്ന് നോക്കും. അതുപോലെ തന്നെ കൊടുക്കുന്ന പൈസയ്ക്ക് തന്നെ കറക്റ്റ് പൈസയ്ക്കാണോ പെട്രോൾ അതിനകത്ത് പമ്പ് ചെയ്യുന്നതെന്ന് നോക്കും. ഇക്കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. എന്നാൽ അത് കൂടാതെ വേറെ 1-2 കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കണം. കാരണം പെട്രോൾ ഡീസലൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ പെട്രോൾ അടിക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് അടിക്കുന്നു അല്ലെങ്കിൽ ഇത്ര ലിറ്റർ പെട്രോൾ അടിക്കുന്നു, അത് കറക്റ്റാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഇറങ്ങി വരും. പക്ഷേ അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുമാത്രമല്ല അതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതിനകത്ത് ലിറ്ററിൻ്റെ കണക്ക് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ പൈസയുടെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ വേറൊരു ബോക്സ് കൂടെ അതിനകത്ത് നമ്പർ റീഡ് ചെയ്യാനായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുക. ആ ഡെൻസിറ്റി എന്ന് പറയുന്നത് പെട്രോളിന് 720 to 775 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ഡീസലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 820 to 860 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബുമാണ്. അപ്പോൾ ഈ ഡെൻസിറ്റി കൃത്യമായിട്ട് തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഇതിൽ കുറവോ ഇതിൽ കൂടുതലോ ഓക്കെ ഇതിനകത്തൊരു വേരിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ, അതായത് പെട്രോളിൻ്റെത് 720 to 775 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും അതുപോലെ ഡീസലിൻ്റെ 820 to 860 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബുമാണ് കറക്റ്റായിട്ടുള്ളത്. ഇതിനിടയ്ക്ക് നിൽക്കണം. ഇതിനിടയ്ക്ക് അല്ലാത്ത ഏതെങ്കിലും റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ലീഗൽ മെട്രോളജി സമീപിക്കാവുന്നതാണ്. പോലീസിലാണ് സാധാരണ എല്ലാവരും കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ അളവ് തൂക്കങ്ങളൊക്കെ അത് സത്യത്തിൽ പോലീസിലല്ല കൊടുക്കേണ്ടത്, പോലീസിന് കേസെടുക്കാൻ. എന്നാലും അത് കൂടുതൽ കുറച്ചുകൂടെ എഫക്റ്റീവാകുന്ന ലീഗൽ മെട്രോളജി വകുപ്പിനാണ് അതിൻ്റെ അധികാരം എന്ന് പറയുന്നത്. എല്ലാവരും ഇക്കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കുക. പെട്രോളിനും ഡീസലിനൊക്കെ നല്ല വിലയാണ്. ഇക്കാര്യങ്ങളോട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.